ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈറ്റ് സോൺ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 4:30 തോന്നുന്നു. 4:45 കണ്ട. പുതിയൊരു ദിവസമാണ്, പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, പുതിയൊരു മൈൻഡ് സെറ്റ് ആണ്. ഇന്നലെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻജോയ് ചെയ്ത് കാണുക. മനസ്സിലായോ? ഇങ്ങനെ കാണരുത്, എൻജോയ് ചെയ്ത് കാണാം. 4:15 ജിമ്മ് പോകാൻ വേണ്ടി തന്നെയാണ്. ഫ്രണ്ട്സിനെ വിളിച്ചു, എടുക്കുന്നില്ല. അവരെല്ലാവരും നല്ല ഉറക്കാണ്. ചതിച്ചു. പക്ഷേ നമ്മൾ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് എനിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നില്ല. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് വരും. അതുകൊണ്ട് 4:30 തന്നെ പോകേണ്ട ആവശ്യമില്ല. 4:15 തന്നെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ 4:45 ഒരു 5-5:30 വരെ വർക്കൗട്ട് ചെയ്യാം. 45 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടിൻ്റെ കാര്യമേ ഉള്ളൂ. എല്ലാ ദിവസവും 2 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് പോവുക, 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുക, വരിക. ഇന്ന് ബാക്ക് ആൻഡ് ബൈസ് ആണ് ചെയ്യുന്നത്. നമുക്ക് പൊളിക്കാം. എൻ്റെ ബാക്കി പരിപാടി നമ്മൾ ആക്ച്വലി 75 ഹാർഡ് ചെയ്യാൻ വേണ്ടി നിന്ന കേട്ടാ. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഞാൻ ചിന്തിച്ചു, നമുക്ക് എല്ലാവരും കൂടി 75 ഹാർഡ് ചെയ്താലോ. കാരണം എന്തായാലും നമ്മൾ ബോക്സിങ്ങിന് പോകുന്നുണ്ട്, അതൊരു വർക്കൗട്ടാണ്. അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ജോലിൻ്റെ അവിടെ നിന്ന് അവർ പറഞ്ഞത് 1 മണിക്കൂർ കൂടി നേരത്തെ എത്തണം എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും എങ്ങനെയും നടക്കൂല. കാരണം ഒന്നാമതെ വെയിലത്തുള്ള പണിയാണ്. ഔട്ട്ഡോർ വർക്കൗട്ടും അതിൻ്റെ കൂടെ ഇൻഡോർ വർക്കൗട്ടും 45 മിനിറ്റ് ഭയങ്കര ടാസ്ക് ആയിരിക്കും. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തേട്ടാ. എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ഡെയിലി വ്ളോഗ് തുടങ്ങിയത്. ഇനി ഇത് തന്നെ എൻ്റെ റുട്ടീൻ. നിങ്ങൾക്കൊരു ശീലമാവും ഇത് കണ്ട് നിങ്ങളും ലൈഫിൽ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഡെയിലി വ്ളോഗ് തുടങ്ങുന്നത്. പ്ലാനറ്റ് ഫിറ്റ്നസ്സിലെത്തി. ഈ ലൈറ്റിങ്ങനെ പിടിച്ചില്ലെങ്കിൽ വിഷയമാണ്. നമുക്കിനി വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞു. വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്തത്. എനിക്ക് തന്നെ ഒരു 10-15 മിനിറ്റും കൂടി ഒരു സ്പെയർ ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ കുറച്ച് നേരം നടക്കുകയാണ്. വെറുതെ ഒരു സുഖം. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ഒരു സുഖം. സൈക്കോ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ രാവിലെ ഐ എം എ മോർണിംഗ് പേഴ്സൺ. ഞാൻ രാവിലെ എത്ര നേരത്തെ വേണമെങ്കിൽ എണീക്കും. എനിക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ ആ വിഷയമാവാം. രാത്രി എനിക്ക് അധികം ഞാൻ പ്രൊഡക്റ്റീവ് അല്ല. ഞാൻ രാവിലെയാണ് പ്രൊഡക്റ്റീവ്. ഓക്കെ, അതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ ടൈം കിട്ടുമ്പോൾ നടക്കാൻ പോകാൻ. നമ്മളിത് 75 ഹാർഡ് ചെയ്യുന്ന വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇതേപോലെ നടന്നിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ, 75 ദിവസം. അവിടുത്തെ 75 ഹാർഡ് ചെയ്യുമ്പോൾ ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് എനിക്കറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നടന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് സമാധാനത്തിൽ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നടക്കും. എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. കാരണം ഞാൻ ഈ ഡെയിലി വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യണം. എന്തെങ്കിലും വലുത് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യണം. അതിനുള്ളൊരു തുടക്കമാവണം വൈബ്സ് ഓൺ എന്ന് പറയുന്ന ചാനൽ. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വൈബ്സ് ഓണിൽ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാണ്ട്, നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് ലൈഫിൽ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആവേണ്ടത്? ഇരുന്നൊന്ന് ആലോചിക്കും. ചിലവർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, ചിലവർക്ക് അറിയില്ലായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്, ചിലവർക്ക് നല്ല ഐഡിയ ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉള്ള രീതിയിലാണോ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്? അതായത് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ഷൻസ് അതുമായിട്ട് അലൈൻഡ് ആവണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഗോളിലേക്ക് എത്തൂ. ഒരു ബ്രദർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു റൂട്ടിലേക്ക് കൂടിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് അടുത്തൊരു മോട്ടിവേഷൻ കൊടുക്കാം, പിള്ളേരെ ഒന്ന് ഉഷാറാക്കാം അല്ല, റിയൽ ടോക്കാണ്. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു അത് ഫ്യൂച്ചറല്ലേ, പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി നീക്കുവാണോ? എനിക്കറിയണം. നമുക്കിനി ചുമ്മാ കുറച്ച് നേരം നടക്കാം. ഫുള്ള് ഇരുട്ടാട്ടാ, ഒന്നും കാണൂല എനിക്ക്. ഞാൻ ഈ ഒരു ചെറിയ ലൈറ്റിലാണ് ഇങ്ങനെ പോകുന്നത്. കണ്ടാ, ഫുള്ള് ഇരുട്ടാണ്, പീസ്ഫുൾ ആണ്. പക്ഷേ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡർ. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, പ്രോട്ടീൻ പൗഡർ നല്ലതാണോ, ക്രിയേറ്റിൻ നല്ലതാണോ? ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിൽ ഞാൻ വേറെ ക്രിയേറ്റിൻ വാങ്ങില്ല, ഇതന്നല്ലേ ഉപയോഗിക്കല്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രിയേറ്റിനാണ് ഇത് കേട്ടാ. എല്ലാവരും വീട്ടുകാർ ചിലപ്പം പറയും ഇത് കിഡ്നീനെ ബാധിക്കും, ഇത് പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. മണ്ടത്തരാണത്. പ്രോട്ടീനും ക്രിയേറ്റിനും നിങ്ങളുടെ ബോഡീനെ നല്ല രീതിയിൽ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. അതിനേക്കാൾ മോശമായിട്ടുള്ള സാധനമാണ് ഈ ജങ്ക് ഫുഡുകൾ. അതിനേക്കാൾ മോശമായിട്ടുള്ള സാധനം ഈ ലേസ്, കുർക്കുറെ അങ്ങനത്തെ പരിപാടിയല്ലേ അത്. പിന്നെ ഈ ജ്യൂസുകൾ, അതൊക്കെയാണ് ഡേഞ്ചർ. പിന്നെ ഒരു സൈഡിൽ സിഗരറ്റും വലിച്ചിട്ട് മറ്റേ സൈഡിൽ പ്രോട്ടീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. മനസ്സിലായ? ഇത് നല്ല സാധനങ്ങളാണ്, കഴിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. നിങ്ങളുടെ ബോഡീനെ നല്ല രീതിയിൽ റിക്കവർ ആവാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം.
ഞാനിപ്പോൾ ഈ ബോക്സിങ്ങിന് പോകാൻ തുടങ്ങിയ പിന്നെ ഇതധികം യൂസ് ചെയ്യാറില്ല. ജിമ്മ് മിസ്സായ പിന്നെ ഇന്നിപ്പോൾ ജിമ്മിൽ പോയോണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രോട്ടീനിൻ്റെ കൂടെ തന്നെ ഈ ക്രിയേറ്റിന് ഇടും. ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇടും. എങ്ങനെയാണെന്ന് നമുക്ക് ഉള്ളിൽ പോയാൽ പോരെ. ഇതാ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇടും. അങ്ങനെ ആപ്പിളൊക്കെ ഇടാം, മുന്തിരി, അതുപോലെ പ്യാൽ കുറച്ച് വയ്ക്കും. മതി, അധികം വേണ്ടേ. എന്നിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് അടക്കും. അടച്ചിട്ട് സ്മൂതി. എങ്ക മണക്കുത് സന്തനോ എങ്ക മണക്കുത്. ദോശ, സമ്മന്തി, പ്രോട്ടീൻ ഷേക്ക്. ഓരോ ദിവസവും വേസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അത് ഒരു കള്ളിനും കഞ്ചാവിനും കിട്ടില്ല. സത്യസന്ധമായിട്ട് പറയണം, ഒരു റീല് കണ്ടാലും അത് നിങ്ങൾക്ക് കിട്ടില്ല. ബേസിലായിട്ട് ഇപ്പോൾ വിളിക്കണല്ലോ. മച്ചി എന്ത് പറ്റി? ഡെഡായാ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പോയിട്ട് വന്നു. നാളെ ബോക്സിങ്. പക്ഷെ ഡെഡായി പോയി, ഞാൻ പറഞ്ഞേ. പിന്നെ റോബിയേട്ടൻ നമ്മളോട് രാവിലെ ജിമ്മിൽ വരില്ല, കാരണം പുള്ളിക്ക് ലേറ്റ് ആയിട്ട് ജോലിക്ക് പോയാൽ മതി. അപ്പോൾ ബോക്സിങ്ങിന് മാത്രമേ നമ്മൾ കൂടെ വരൂ. അപ്പോൾ നാളെ ഉണ്ടാവും. Later that same evening. ആസ് യൂഷ്വൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. വെതർ ചാനലായി താഴെ കമന്റ് ബോക്സിലല്ലേ ബ്രോ കരിവട്ടി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നോട്. താങ്ക് യു. ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഇടാൻ എനിക്ക് ഏറ്റവും മടിയിലെ സംഭവം അത്. സൺസ്ക്രീൻ എടുത്ത് ഭയങ്കര മടിയാട്ടാ. ഓയിലി ഫീൽ ഒന്നാതെ. രണ്ടാമത് അത് എല്ലാം 2 മണിക്കൂർ കൂടി വിട്ടു കൊടുക്കണം. നമ്മൾ ഈ വർക്കിന്റെ ഇടയിൽ 2 മണിക്കൂർ വിട്ട് തുടങ്ങണം. അത് ഭയങ്കര വിഷയമാണ്. മാസ്ക് ഇടും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇടാം. തെറി പറയരുത് പ്ലീസ്. ഞാൻ ഇടാം. ഇന്ന് നമുക്ക് മാറ്റി പിടിക്കണം വെച്ചാൽ സബ്വേ ഇവിടെ ഉണ്ട് കേട്ടോ. സബ്വേ എടുക്കാം. ഇന്ന് നമ്മൾ ചിപ്പോട്ടിൽ ആയിരിക്കൂല. റെയിനോട്ടൊന്നും ആയില്ലെങ്കിൽ ഇന്ന് ലഞ്ച് കിട്ടും. അപ്പൊ നമ്മള് സബ്വേ കഴിക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ തിന്നാൻ പോകുന്നത് സബ്വേ ആണ്. കൊള്ളാല്ലേ സംഭവം? നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിറോസ്ക വഴിമാറിപ്പോലെ വർക്ക് കഴിഞ്ഞിട്ട് കാണാം. ലഞ്ച് ടൈമിൽ കാണാം. ഗൈസ് ലഞ്ചല്ല, സ്നാക്ക് ടൈം. ഒരു ചെറിയ ബ്രേക്ക്. നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇത് കേട്ടാ എന്താ അത് നോക്കി പേടിപ്പിക്കണ്ട ആചാര. ഞാൻ ഇനി ഇടും. ഇത് സംഭവം കേട്ടാ, റാഞ്ചും ചിക്കനും കേട്ടാ. അതെ, പിന്നെ ടോപ്പ് ചിക്കോ സ്ഥിരം സാധനം. ഇത് ഫ്രീ. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ബ്രേക്ക് കിട്ടിയാലും കുറച്ച് പണി ചെയ്തു. ബ്രേക്ക് കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഗ്യാസ് സ്റ്റേഷൻ വരെ വന്നേ കേട്ടാ. അങ്ങനെ വരെ നല്ലൊരു ഫ്രീഡം ഉണ്ട് ഈ ജോലിക്ക്. വലിയൊരു കാര്യമാണത്. എല്ലാ ജോലിക്കും കിട്ടില്ല. പിന്നെ നമ്മളിപ്പോ ആക്ച്വലി കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യുകയാണെങ്കിലേ ഇതൊന്നും ഉണ്ടാവില്ല. ലഞ്ച് അതെ, സൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലിയാണ്. കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എന്ത് ജോലിയാ? ക്വാളിറ്റി ഇൻസ്പെക്ടർ, വെൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സ്, അതാണ് നമ്മുടെ ജോലി. QC എന്ന് പറയും. QC ഒക്കെ നമുക്ക് അറിയായിരിക്കും. ഇതൊരു ഫാബ്രിക്കേഷൻ ഷോപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ജോലിയാ. ഇപ്പൊ സ്നാക്ക് ടൈം കഴിഞ്ഞ് തിരിച്ചു പോകണം. വീണ്ടും ബാക്ക് ടു പണി. മാനേജറിന് ടുബാക്കോ വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെ നടക്കുവരെ എപ്പോ അവനോട് സൈറ്റ് ഉണ്ടോ ഗ്രൗണ്ടിലൊക്കെ തുപ്പുന്ന അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ, ബാക്കിയല്ലേ തിന്നേന്ന് തോന്നുന്നു. മാനേജറിനൊക്കെ ഇങ്ങനെ പറയാറ്റോ. പാവ മാനേജർ നല്ല മനുഷ്യനാ, വളരെ നല്ല മനുഷ്യനാ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തു കൊടുക്കുന്നത്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. Hello. ഇപ്പോൾ സമയം 9:36. ഇന്ന് കുറച്ച് വൈകി എണീക്കാൻ. ഞാൻ എപ്പോഴും നല്ല ലേറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ ഉറങ്ങാൻ. കാരണം എഡിറ്റിംഗ് ഡെഡിക്കേഷനാണ്, മൊത്തം ഡെഡിക്കേഷനാണ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എഡിറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ പോയി കുളിക്കണം, ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് തുടങ്ങണം. പിന്നെ വൈബ് സോൺ ബ്രാൻഡിൻ്റെ ഒരു റീൽ എടുക്കാൻ ശ്രമിക്കണം. അത് ഡെയിലി ഇപ്പോൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ കുളിക്കട്ടെ. ഗൈസ്, ഞാനിപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലല്ല, വൈബ് സോണിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീലായിരുന്നു. അതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചു, കുളിച്ചു, ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ എഡിറ്റിംഗ് തുടങ്ങി. Day 3 വ്ളോഗ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോകും കേട്ടോ. എനിക്ക് കുറേ നേരം ഇങ്ങനെ സംസാരിക്കാനുള്ള സംഭവമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ടിടാം. ഞാൻ കൊണ്ട് പിങ്കി ഫിംഗർ ചെയ്തത് പിന്നെ വെറുതെ ഇങ്ങനെ കിളുമ്പുന്നുണ്ട്.
വേണേ പറഞ്ഞോ അല്ലേ എന്റെ ബാഗ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാ. ഇത് ഇടരുത്, ഞാൻ കൈയിട്ട് രണ്ടുപേരിനെ കൊണ്ട് കിളിമ്പ് ഒരു ചിക്കൻ പീസ് അത് എവിടെ പോയത്. എപ്പോഴും ചിപ്പോട്ടിലല്ലേ, അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇന്നും ചിപ്പോട്ടിൽ തന്നെയായി. നമ്മൾ സബ്ബേ പോകുന്നവർ രാവിലെ പറഞ്ഞത് സബ്ബേ നോക്കി പോയതാ, എക്സിറ്റ് കഴിഞ്ഞു, സബ്ബേ ഇങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ ചിപ്പോട്ടിൽ തന്നെ പോയി ഇത് വാങ്ങിയിട്ട് വന്നു. കാരണം നമുക്ക് അധികം സമയമില്ല. ലഞ്ച് ടൈം 3/4 മണിക്കൂർ കിട്ടിയാൽ മാക്സ് 1 മണിക്കൂറാണ് പണ്ട് എടുത്തോണ്ടിരുന്നത്. അപ്പോൾ 3/4 മണിക്കൂറായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ടുള്ളൂ പോകണം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ ടോപ്പ് ചിക്കോ ഓൾവേസ് ആസ് ഓൾവേസ്. ഇത് നാട്ടിലെ സോഡ അല്ല, ഞാൻ എന്താ ചെയ്യാറിയാ, പണ്ടെല്ലാം എങ്ങനെ ചെയ്യാറിയാ, ഇത് വാങ്ങുവേ, നാരങ്ങ ഇട്ടിട്ട് ഉപ്പിട്ട് നാട്ടിലെ സോഡക്ക് എത്ര പൈസ? നാട്ടിലെ സോഡക്ക് എത്രയാണ് പൈസ? ഈ പണ്ടാർന്ന് $4. $4. അതെ, എത്രയാ അത്? 200 രൂപ. 200 രൂപ അല്ല, അതിന്റെ വിലയുണ്ട്. $4 പറയുമ്പോ 320 രൂപ. എത്ര ലിനൻ ഷർട്ട് വെക്കണം? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ വാങ്ങി. കുടിച്ച് പോയിക്കോട്ടെ. അപ്പൊ ഇത് $4 കേട്ടാ, എക്സ്പെൻസീവാ. നാട്ടിലെ സോഡ 20 റുപ്യ. പക്ഷെ നാടല്ലല്ലോ ഇത്, ഏത് മാറ്റൂലേ. ഞാൻ വീട്ടിലെത്തി. ചൂടെന്ന് വെച്ചാല് മാരക ചൂട്. ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടു, അത് നല്ലായിരുന്നു കേട്ടാ. കഴിഞ്ഞ ഗൈസ്, ഞാൻ ഇങ്ങനെയല്ല ആക്കുന്നേ, എടുത്തത് ഇടുക കേട്ടോ. നിങ്ങള് എല്ലാ വീട്ടിലും ഇങ്ങനെ എടുത്തത് ഇട്ടോ. ക്രിക്കറ്റിന്റെ സൗണ്ട് ഗൈസ്. പിന്നെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ മരണച്ചൂട്. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ വിട്ടു, കാരണം എനിക്ക് കുറച്ച് റിപ്പോർട്ട് എഴുതാനല്ല, ആക്ച്വലി എടുത്ത ഫോട്ടോസ് എല്ലാം ഫോൾഡർ ആക്കിയിട്ട് സെറ്റാക്കി വെക്കണം. വീക്കെൻഡ് ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ നേരത്തെ വെക്കോ, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ അമ്മോ സമാധാനം. ഇത് ഇന്നലത്തെ വ്ളോഗ് ഇവൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഡെയിലി വ്ളോഗിൽ കാണേണ്ടത്? ഇതാണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ. രാവിലെ എണീക്കുന്നു, ജിമ്മ്, അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി. ഇതാണ് നമ്മുടെ സ്ഥിരം എൻ്റെ റൂട്ടീൻ. ഇവനാണ് എണീക്കുന്നു, എഡിറ്റ് വൈകുന്നേരം വരെ. ബ്രോ, ഈ സീറ്റിൽ നിന്ന് ഞാൻ എണീക്കില്ല. ആ സീറ്റിലിരുന്ന് മടുത്തിട്ട് ഞാൻ ഇതിലേക്ക് മാറി. കാരണം ഡെയിലി വ്ളോഗ് എഡിറ്റ് ചെയ്യണം, എൻ്റെ 2 വീഡിയോസ് എഡിറ്റ് ചെയ്യണം, അവൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം, വൈബ്സോൻ്റെ ഷർട്ടിൻ്റെ വീഡിയോ എടുക്കണം. എൻ്റെ നല്ല പണിയാണ്. രണ്ടാളും ഗ്രൈൻഡ് മോഡിലുള്ളൂ ഇപ്പം. അപ്പോൾ എപ്പോഴും മറ്റേ ഹെവി കണ്ടന്റ് മറ്റേ സാധനം ഉണ്ടാവില്ല. ഡെയിലി ലൈഫാണ് നമ്മൾ കാണിക്കുന്നത്, ഡെയിലി ഡിസിപ്ലിനാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേറൊരു ചോദ്യം, എന്താ, ഡെയിലി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി താല്പര്യം? ഡെയിലി വ്ളോഗ് കാണുന്നതാണോ, അല്ല ആഴ്ചയിൽ ഒരു വീഡിയോ പക്ഷെ ഇങ്ങനെ ചലഞ്ച് ക്വാളിറ്റി സാധനമാണോ താല്പര്യം? നിങ്ങൾ പറ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആൻസേഴ്സ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, തീരാനായ 3:57 കേട്ടാ. 6 മണിക്ക് തീരുവോ? ടൈറ്റ് ഷെഡ്യൂളാണേ. പക്ഷെ ഇതേണ്ടാ, ഇത് വെറുതെ കിട്ടിയതല്ല, മനസ്സിലായ? ഗ്രൈൻഡിന്റെ ഭാഗമായിട്ട് കിട്ടിയാണ് ഇത്, നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടും. താങ്ക് യു സോ മച്ച്. ഞാൻ പോയിട്ട് ആ റിപ്പോർട്ടൊക്കെ എഴുതി തീർക്കട്ടെ. എൻ്റെ വൈകുന്നേരം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം. നമസ്കാരം. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു സംഭവം പറയാനുണ്ട്. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? കുറെ ആൾക്കാർ അത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈബേ, ഇതാണ് നമ്മുടെ വ്ളോഗിൽ മിസ്സിംഗ് ആയ സാധനം. വൈബേ. പിന്നെ നമുക്കുണ്ടാ പേടി, ഇതെല്ലാം നമ്മളെ ക്ലാസിക് സാധനങ്ങളാണ്. ഞാൻ കൊണ്ടുവരും. ഗൈസ്, ഇത് വേറെ ഒന്നല്ല, വലിയ സംഭവം ഒന്നല്ല. ഇത് നമ്മളെ ഗോപ്രോന്റെ 2 ബാറ്ററി എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കത്തി എടുക്കാൻ മറന്നായിരുന്നു, അതുകൊണ്ടാ. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നത്? എന്താണ് ഡെയിലി ജിമ്മ്, ബോക്സിങ്, ജോലി, ഡെയിലി വ്ളോഗ്, ബിസിനസ്, അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് എന്തിനാണ് ശരിക്കും, അല്ലേ? അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ? വേറൊന്നല്ല, ആക്ച്വലി എനിക്ക് 10-60 വയസ്സ് വരെ ഒരുത്തൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു എംപയർ ബിൽഡ് ചെയ്യണമെന്ന്. ഓക്കെ, ആ എംപയർ ആണ് വൈബ് സോൺ. അത് യൂട്യൂബിലൂടെയും അല്ലാണ്ടുള്ള ഈ ക്ലോത്തിങ്ങിലൂടെയും പിന്നെ വലിയ ബ്രാൻഡ് എന്ന രീതിയിൽ അങ്ങനെയും. അതുപോലെ തന്നെ എനിക്ക് കുറേ ആൾക്കാരാണ്, ഈ യങ് ജനറേഷനിലുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ
വർത്തമാനം പറയാൻ എളുപ്പമാണ്. അത് ചെയ്, ഇത് ചെയ്, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, ജിമ്മിൽ പോ, വർക്കൗട്ട് ചെയ്യ്, പറയാൻ എളുപ്പമാണ്. എല്ലാവർക്കും പറയാം. ഒരു ക്യാമറയും ലൈറ്റിങ്ങും പിന്നെ വൈഫൈ ഉണ്ടെങ്കിൽ ആർക്കും ക്യാമറ ഓണാക്കി എന്ന് പറയാം. അത് ചെയ്യണം, നിങ്ങൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ചെയ്ത് കാണിക്കാൻ എത്ര ആൾക്കാരെ കൊണ്ട് പറ്റും? അതാണ് ഞാൻ ചെയ്യുന്നത്. ലീഡ് ബൈ എക്സാമ്പിൾ. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ പറയുകയും ചെയ്യും ഇങ്ങനെ ചെയ്യണം. പക്ഷേ ഞാൻ ചെയ്തിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ഞാൻ എൻ്റെ ഈ വൈബ് സോൺ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട് ജസ്റ്റ് ക്ലോത്തിങ് ഒരു സൈഡ് മാത്രമാണ്. ഓക്കെ, ഇഷ്ടം പോലെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, അവരുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സ്പാർക്കായി മാറണം. വൈബ് സോൺ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രാൻഡ് അവരുടെ ലൈഫ് മാറാനുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. അത്ര മാത്രം മതി എനിക്ക്. ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്ക് ഇൻസ്പയർ ചെയ്യണം. അതിന് ഞാൻ ആദ്യം പട്ടിപ്പണി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു എംപയർ ഞാൻ ബിൽഡ് ചെയ്യണം. എനിക്കിപ്പോൾ വയസ്സ് 24 കണ്ടാൽ 30 തോന്നുമെങ്കിലും 24 വയസ്സാണ്. ഇതിനുള്ളിൽ ഞാൻ ഇത്രയും ആക്കി. പക്ഷെ എന്നാലും ഇത് പോരാ. അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് ഈ ഓടുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അപ്പം നിങ്ങൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണല്ലോ, ഇതിലെപ്പോഴും ജിമ്മ് അത് ഇത്. ശരിയാണ്, ഒരു എംപയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള ദിവസത്തിലൂടെ കടന്നു പോയേ പറ്റും. നമ്മൾ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ മാറ്റി വെക്കണം. രാവിലെ 4 മണിക്ക് എണീക്കുമ്പോൾ കുറച്ചും കൂടി കിടന്ന് ഉറങ്ങിയാൽ നല്ല സുഖമായിരിക്കും എന്ന് എൻ്റെ മനസ്സിലൊക്കെ തോന്നും. പക്ഷേ എഴുന്നേക്കണം. അവിടെയാണ് ഡിസിപ്ലിൻ. അതാണ് ആ ഒരു ഫയർ കേട്ടോ. ശ്രീഹരിപ്പം ഫുട്ബോൾ കളിക്കാൻ പറ്റി വന്നിട്ടില്ല. എനിക്ക് പിന്നെ നാളത്തെ, അതായത് ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോൻ്റെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ വർക്ക് തീർന്നു. ബുക്ക് വായിക്കാനും കൂടി ഉണ്ട്. അതും കൂടി ചെയ്തിട്ട് എനിക്ക് ഉറങ്ങണം. രാവിലെ വീണ്ടും ബോക്സിങ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചാർജറും ഉണ്ട്. അതിൻ്റെ കൂടെ 2 എക്സ്ട്രാ ബാറ്ററി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ ജസ്റ്റ് വ്ളോഗ് ഇൻ കേസ് ഒരു ദിവസം നമ്മൾ കുറച്ച് എക്സ്ട്രാ കണ്ടൻറ്റ് എടുക്കുവാണെങ്കിൽ വിഷയമില്ല. നമുക്ക് 2 ബാറ്ററി ഉണ്ട്, മനസ്സിലായോ? ഞാൻ ഗോപ്രോയിലാണ് വ്ളോഗ് ചെയ്യുന്നത്. ക്യാമറയിൽ വ്ളോഗ് ചെയ്തൊന്നും നടക്കില്ല. നല്ല പണിയാണ്. ക്യാമറ സെറ്റിങ്സ്, ഓരോ ലൈറ്റിംഗ് ഇൻറ്റൻസിറ്റി മാറ്റുക. ഗോപ്രോ ആകുമ്പോൾ ഓണാക്കുക, റെക്കോർഡ് ചെയ്യുക. സിമ്പിൾ ആൻഡ് എഫക്റ്റീവ്. ഓക്കെ, ഇനി നമുക്ക് തമ്മിൽ ഉണ്ടാക്കാം. 2 hours later. ഗൈസ്, ഞാനൊരു എഡിറ്ററല്ല. അയ്യോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊണ്ടാവുന്ന ചെറിയ ലില്ലിപ്പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു തമ്മിലാക്കി. ഞാനൊരു എഡിറ്ററല്ല. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഐ എം നോട്ട് എൻ എഡിറ്റർ. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള, ശ്രീഹരി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ തമ്മിലാക്കുന്നത്. അവനുണ്ടെങ്കിൽ അവൻ ചെയ്തേനെ. ഈ തമ്മിൽ വെച്ച് ഞാൻ ഉറപ്പിക്കാൻ പോവാണ്. ഫിക്സ്ഡ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ്, നിങ്ങൾ ഡെയിലി വ്ളോഗ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻജോയ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വീക്കെൻഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫൺ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാം. വീക്ക് ഡേയ്സ് മൊത്തം ഇങ്ങനെയാണ്. ഇതിൻ്റെ അപ്പുറം എനിക്ക് പറ്റില്ല. ഐ എം സോറി. ജസ്റ്റ് വീഡിയോസ് കണ്ട് ലൈക്ക് അടിച്ച് പോകുന്നതല്ലാതെ നിങ്ങളുടെ ലൈഫും കൂടി ഇതിൻ്റെ കൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എൻ്റെ ചാനലിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ നിങ്ങൾക്ക് പറയാനില്ല. നാളെയും ഞാൻ വീഡിയോ എടുക്കും. നാളെയും ഡെയിലി വ്ളോഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ മിസ്സായത് നാളെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അനിയന്മാർക്കും, ചേട്ടന്മാർക്കും, അനിയത്തിമാർക്കും, ചേച്ചിമാർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാനുള്ള ടിപ്സ് പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എനിക്ക് അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലൊക്കെ ആ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. വൈബ് അങ്ങനെ ആക്കട്ടെ. വൈബ്. അപ്പോൾ നാളെ കാണാം. പീസ്.